ഹലോ, അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഫോക്സ്റ്റൈലിൻ്റെ പ്യുവർ ബ്ലിസ് നറിഷിംഗ് മോയ്സ്ചറൈസർ അതിനെ പറ്റിയിട്ടുള്ള റിവ്യൂ പറയാനാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ള റിപ്പയർ സ്കിൻ ബാരിയർ ബ്രൈറ്റൻ സ്കിൻ എന്നാണ്. സെറമൈഡ്സ് ഉണ്ട്, നിയാസിനമൈഡ് ഉണ്ട്, ഹൈലറോണിക് ആസിഡ് ഉണ്ട് ഫോർ ഓൾ സ്കിൻ ടൈപ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫോക്സ്റ്റൈലിൻ്റെ സൺസ്ക്രീൻ വാങ്ങിച്ചിട്ട് പെട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ സാധനം കണ്ടിട്ടുള്ളത്. ഇപ്പോൾ പ്രത്യേകിച്ച് പ്രതീക്ഷയൊന്നുമില്ലാതെ വാങ്ങിച്ചതാണിത്. എൻ്റെ ആദ്യത്തെ മോയ്സ്ചറൈസർ കഴിഞ്ഞപ്പോൾ എങ്ങനെയായാലും ഒന്ന് വാങ്ങിക്കണമല്ലോ വിചാരിച്ചിങ്ങനെ തപ്പിയപ്പോൾ അത്യാവശ്യം റിവ്യൂ ഒക്കെ കണ്ടതിന് പർപ്പിളിലൊക്കെ, അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യൽ തുടങ്ങിയിട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് നല്ല അടിപൊളി സംഭവമാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ വരുന്നത്. അപ്പോൾ ഇതാ നേരെ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് തന്നെ ഇത് സ്കിന്നിലേക്ക് അബ്സോർബ് ആയി പോകുന്നുണ്ട്. ചെറിയ ഒരു ഗ്ലോ ഫീൽ ചെയ്യും, എന്നാലും പ്രത്യേകിച്ച് വലിയൊരു ഗ്ലോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞ് പറ്റിക്കുന്നില്ല. ഒരു ഗ്ലോ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ സ്കിന്ന് നല്ല മോയ്സ്ചറാക്കി വെക്കുന്നുണ്ട്. 249 റുപ്പീസാണ് അതിൻ്റെ വില. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഫീൽ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല മോയ്സ്ചറൈസിങ് ആണ്. കുറേ ടൈം ആ ഒരു ഹൈഡ്രേഷൻ നമ്മുടെ മുഖത്ത് ഫീൽ ചെയ്ത് നിൽക്കും. പിന്നെ മെയിനായിട്ട് റിവ്യൂസിലൊക്കെ കണ്ടിരുന്ന ഒരു കാര്യം സ്കിന്ന് ബ്രൈറ്റൻ ആക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ എനിക്കും അത് ഫീൽ ചെയ്തിട്ടാ. സ്കിന്ന് ചെറുതായിട്ടൊന്ന് ബ്രൈറ്റ് ആവുന്നുണ്ട്. നല്ല ബ്രൈറ്റനിങ് ഉണ്ട് എന്നല്ല, ചെറുതായിട്ടൊരു ബ്രൈറ്റ്നെസ് നമുക്ക് ഫീൽ ആവും, അത് തേക്കുമ്പോൾ പ്രത്യേകിച്ച്. പിന്നെ ഇതിൻ്റെ മുകളിൽ സൺസ്ക്രീൻ ഇട്ടാൽ അത്ര ഗ്രീസി ആയിട്ടോ സ്റ്റിക്കി ആയിട്ടോ ഒന്നും തോന്നുന്നില്ല. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.